നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷവും ശിക്ഷ. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്. വിധി പറഞ്ഞത് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. അപ്പീലിനായി 1 മാസത്തെ ജാമ്യം അനുവദിച്ചു. MLA സ്ഥാനത്തിന് അയോഗ്യത. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. നിരപരാധിയെന്ന് ആന്റണി രാജു. വെനസ്വേലയിൽ അമേരിക്കൻ അധിനിവേശം. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്ന ആരോപണത്തിൽ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം. പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ട്രംപ്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഇറ്റലി ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ അടൂർ പ്രകാശ്. പോറ്റിയും ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്ന് UDF കൺവീനർ. ഫോൺ കോൾ SIT പരിശോധിക്കണമെന്നും ആവശ്യം. പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് പ്രസാദം നൽകാനെന്നും വിശദീകരണം. പോറ്റിയെ അറിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ്. അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മറുപടി. മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർണായക കണ്ടെത്തലുകൾ ഇല്ലാതെ SIT അന്വേഷണം. ടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ. തീരുമാനം അധ്യാപക സംഘടനകളുടെ എതിർപ്പ് ശക്തമായതോടെ. സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഉടൻ റിവ്യൂ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് സൂപ്പർ ജയം. ജാർഖണ്ഡിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. സഞ്ജുവിനും രോഹൻ കുന്നുമ്മലിനും സെഞ്ചുറി. തൊണ്ടിമുതൽ കേസിൽ തിരുവനന്തപുരം MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കി എന്ന കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതിയും കോടതി ജീവനക്കാരനായ ജോസിനും 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കേസിൽ 2-ാം പ്രതിയാണ് ആന്റണി രാജു. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അഭിഭാഷകനായ ആന്റണി രാജു കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ IPC 120B, 201, 193, 34 എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞത്. കോടതി ജീവനക്കാരനായ ജോസാണ് 1-ാം പ്രതി. ജോസുമായി ആന്റണി രാജു ഗൂഢാലോചന നടത്തി തൊണ്ടി മുതൽ പുറത്തെടുത്ത് അതിൽ കൃത്രിമത്വം വരുത്തിയെന്നും അങ്ങനെ ഹൈക്കോടതിയിലെ കേസ് പ്രതിക്ക് അനുകൂലമാക്കിയെന്നും തെളിഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ശിക്ഷ 7 വർഷത്തിൽ താഴെയായതുകൊണ്ട് അപ്പീലിൽ വിധി വരുന്നതുവരെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ താൻ നിരപരാധിയാണെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആന്റണി രാജു പറഞ്ഞു. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നെടുമങ്ങാട് കോടതി പരിസരത്ത് വെച്ച് ആന്റണി രാജുവിനെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു. സെക്രട്ടേറിയറ്റിലും ആന്റണി രാജുവിനെതിരെ പ്രതിഷേധമുണ്ടായി. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്റണി രാജു MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ CPM മന്ത്രിയാക്കി. ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആന്റണി രാജുവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അടിവസ്ത്രം ധരിപ്പിച്ച കോലം കത്തിച്ചു. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചതിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിനാണ് ആന്റണി രാജു MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വെനസ്വേലയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബോംബ് ആക്രമണം. 4 വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിക്കോളാസ് മദൂറോയെ ബന്ദിയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
കരാക്കാസിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. പൗരന്മാർ വെനസ്വേല വിടണമെന്നും അമേരിക്ക. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്ന് ആരോപിച്ചാണ് യുഎസിന്റെ ആക്രമണം. മാസങ്ങൾ നീണ്ട യുദ്ധഭീതിക്കൊടുവിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയും ഭാര്യയും ബന്ദിയാക്കി അമേരിക്ക നാടുകടത്തി. മദുറോയ്ക്കെതിരെ തീവ്രവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, തോക്കുമായുധങ്ങളും കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്ന ആരോപണത്തിൽ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ലഹരി മരുന്ന് കടത്തും ആയുധ ഇടപാടും അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി മദുറോയെ യുഎസിൽ വിചാരണ ചെയ്യും. പുലർച്ചെ 1:50 കാരക്കാസിൽ യുഎസിന്റെ ബോംബാക്രമണം ഉണ്ടായത്. സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ യുഎസ് പുറത്തുവിട്ടിട്ടില്ല. സൈന്യത്തിലെ തീവ്രവാദ വിരുദ്ധ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സാണ് ആക്രമണം നടത്തിയത്. തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്തുള്ള ലാ കാർലോട്ട സൈനിക വിമാനത്താവളവും പ്രധാന സൈനിക താവളമായ ഫോർട്ട് ടിയുനെയും ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. മിറാൻഡ, അറാഹുവ, ലാഗുവൈറെ സംസ്ഥാനങ്ങളിലും ആക്രമണമുണ്ടായെന്നും സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായും വെനസ്വേല അറിയിച്ചു. പിന്നാലെ രാജ്യത്ത് സായുധ സേനയെ വിന്യസിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മദുറോ ജീവനോടെയുണ്ടോ എന്നതിന് തെളിവ് നൽകണമെന്ന് വെനസ്വേല സർക്കാർ യുഎസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദുറോയും ഭാര്യയും യുഎസ് സൈന്യം കസ്റ്റഡിയിലെടുത്തെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഇറ്റലി ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇഴഞ്ഞു നീങ്ങിയ SIT അന്വേഷണം. കേസിൽ കുറ്റപത്രം പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ആക്ഷേപം. അതേസമയം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് CPM നേതാക്കളും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികൾ അറസ്റ്റിലായിട്ട് 60 ദിവസങ്ങൾ കഴിയുന്നു. എന്നാൽ ഇതുവരെയും കേസിൽ കുറ്റപത്രം SIT സമർപ്പിച്ചിട്ടില്ല. തുടർ നടപടികളുടെ ഭാഗമായി കൂടുതൽ അന്വേഷണങ്ങളും മന്ദഗതിയിലാണ്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഇടവരുത്തുമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതേസമയം കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും താൻ വഴിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നു. അടൂർ പ്രകാശൻ എന്നല്ല ആരെ വേണമെങ്കിലും കേസിൽ ചോദ്യം ചെയ്യട്ടെ എന്നും പ്രതികളെ CPM സംരക്ഷിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയ ശ്രമമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതി പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും SITയെ നിയന്ത്രിക്കാൻ സർക്കാർ പെടുന്ന പെടാപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കരുതലോടെ ഇരിക്കണമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാം ജാഗരൂകരാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉയരുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിന് പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ ആദ്യം അതിനേക്കാൾ തെളിവുള്ളത് അല്ലേ UPA ചെയർമാനായിരുന്ന സോണിയാഗാന്ധിയുടെ കാര്യം. അപ്പൊ ആദ്യം അത് ചോദ്യം ചെയ്യട്ടെ, അതിനുശേഷം ഇത് ചോദ്യം ചെയ്യും. കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് SIT അന്വേഷണമെല്ല പോക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേട്ടെറ്റുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ആശങ്കകൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. 2010 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു സുപ്രീം കോടതി വിധി. അന്നത്തെ നിയമന ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേടെക് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ആ ഉത്തരവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്.
വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമിടുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന മികച്ച അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ പിരിച്ചുവിടുന്നത് ഗുണനിലവാരത്തെ തകർക്കുകയേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. കേട്ടറ്റ് പരീക്ഷ കേരളത്തിൽ ആരംഭിച്ചത് 2012 മാത്രമാണ്. അതിനു മുൻപ് ജോലിയിൽ പ്രവേശിച്ചവരോട് ജോലിയിൽ കയറുമ്പോൾ ഇല്ലാതിരുന്ന ഒരു യോഗ്യത ഇപ്പോൾ നിർബന്ധമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേട്ടറ്റ് വരുന്നതിന് മുൻപ് സർവീസിൽ കയറിയവരെയും അതിനുശേഷം വന്നവരെയും ഒരേ തട്ടിൽ കാണുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിലവിൽ യോഗ്യത നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി 2026 ഫെബ്രുവരിയിൽ കേട്ടറ്റ് പരീക്ഷ നടത്തുന്നതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധ്യാപക സംഘടനകളുമായും നിയമവിദഗ്ധരുമായും ചർച്ച നടത്തിയ ശേഷം റിവ്യൂ പെറ്റീഷൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കാനൊരുങ്ങി BJP. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മകരസംക്രമ ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ആഴ്ച കേരളത്തിലെത്തും. ശബരിമല വീണ്ടും BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധം ആവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വേണ്ട രീതിയിൽ വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് തിരിച്ചടിയായെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളും സംശയത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിക്കാൻ ശബരിമലയ്ക്ക് കഴിയുമെന്ന ബോധ്യത്തിലാണ് നേതൃത്വം. ആദ്യഘട്ടമായി മകരസംക്രമ ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി വീടുകളിലും പ്രത്യേക കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ജനുവരി മാസം 14-ാം തീയതി മകരസംക്രമ ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മകരജ്യോതി ദിവസമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്തു. പാർട്ടി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 36 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വൈകാതെ തീരുമാനിക്കും. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനായി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഈ മാസം 11-ന് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഊർജ്ജം നൽകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി എന്നിവരും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കായി വീണ്ടും പരാതി. അതിജീവിതയുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തന്റെ കുടുംബജീവിതം രാഹുൽ തകർത്തുവെന്നും മാനനഷ്ടം ഉണ്ടായി എന്നും പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉള്ള പുതിയ പരാതി യുവതിയുടെ ഭർത്താവ് നൽകിയത്. തന്റെ കുടുംബജീവിതം രാഹുൽ തകർത്തെന്നും പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. തന്റെ അസാന്നിധ്യം അവസരമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇത് വലിയ മാനനഷ്ടം തനിക്ക് ഉണ്ടാക്കി. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തന്റെ അസാന്നിധ്യം അവസരമാക്കിയ രാഹുൽ തങ്ങളുടെ പ്രശ്നം തീർക്കാൻ എന്ന് പറഞ്ഞാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വഴിവിട്ട ബന്ധം രാഹുൽ സ്ഥാപിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ യുവതിയുടെ ഭർത്താവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കേസിൽ ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചു നൽകിയ സുഹൃത്ത് ജോബി ജോസഫിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബലാത്സംഗ പരാതിയിൽ സത്യം വിജയിക്കുമെന്നും സത്യം മാത്രമേ വിജയിക്കാവൂ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അമൃത ന്യൂസ്, പാലക്കാട്. VB G-Ram-G നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരപരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. Congress Working Committee decided to launch a national-wide agitational campaign, Manrega Bachao Sangram, throughout the country. Basically, the design of the new law is very clear, to kill Manrega, which is one of the best. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തിന് പകരം VB G-Ram-G നിയമം നടപ്പിലായെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. പുതിയ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി റാലികളും ധർണകളും സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ ജനുവരി 8 മുതൽ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും.
10-ാം തീയതി മുതൽ ജില്ലാതലങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദോഷവശങ്ങൾ വിശദീകരിക്കും. 11-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തും. 12 മുതൽ 29 വരെ പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. We are going to hold around 45 days long national campaigns. Manrega Bachao Samkram. പുതിയ രീതി പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലാതാകുമെന്നും സ്ഥാപനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സമരങ്ങളുടെ തുടർച്ചയായി ഫെബ്രുവരി 1-ന് രാജ്യവ്യാപക പ്രതിഷേധവും 4-ന് മേഖലാ റാലികളും സംഘടിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സർക്കാർ പദ്ധതികളിലെ അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ നടപടിയുമായി കുവൈറ്റ് സർക്കാർ. സർക്കാർ ടെൻഡറുകളിൽ നിന്ന് 11 കമ്പനികളെ വിലക്കിയതായി സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് ഔദ്യോഗികമായി അറിയിച്ചു. കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതും പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതുമാണ് വിലക്കിന് കാരണമായത്. എഞ്ചിനീയറിംഗ്, കോൺട്രാക്ടിംഗ്, ജനറൽ ട്രേഡിംഗ്, ഭക്ഷ്യവിതരണം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് വിലക്കിയത്. സർക്കാർ കരാറുകൾ ഏറ്റെടുത്ത ശേഷം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും പ്രവൃത്തി ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതായി പരിശോധനയിൽ കണ്ടെത്തി. ചില കേസുകളിൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നും സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭാവിയിൽ സർക്കാർ കരാറുകൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾ നിയമങ്ങളും നിബന്ധനകളും കൃത്യമായി പാലിക്കേണ്ടതുണ്ടെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ നടപടി. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ടൗൺഷിപ്പായ കാനിയോ ഹെൽത്ത് അതിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സൗദിയിലെ ജിദ്ദയിൽ വിപുലമായി നടത്തി. പ്രവാസികളുടെ സഹകരണത്തോടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയിൽ പ്രാവർത്തികമാക്കുന്ന കാനിയോ ഹെൽത്ത് അതിന്റെ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ജിദ്ദയിൽ ഡോക്ടർ അഹമ്മദ് ബൽഖബേർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ നജീബ് കരോത്കുഴി അലോപ്പതി ചികിത്സാ രീതികൾ, മരുന്നുകൾ എന്നിവയെ ആയുർവേദം, യോഗ, ധ്യാനം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന സംയോജിത രോഗശാന്തിക്കും പ്രതിരോധ ക്ഷേമത്തിനുമായി ഒരു സമഗ്ര ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഹോളിസ്റ്റിക് ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയിൽ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചു. 2026 ജനുവരിയിൽ വടക്കേ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ തുടങ്ങുന്ന അമേരിക്കൻ പര്യടനം ഫെബ്രുവരി അവസാനത്തോടെ പൂർണ്ണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൊയ്തു തൂത്ത ആമുഖ പ്രഭാഷണം നടത്തി. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റിലായ പ്രശസ്ത കുവൈറ്റി നടി ഷൂജൂൺ അൽ ഹാജിരയെ പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുവൈറ്റ് കോടതി ഉത്തരവിനെ തുടർന്ന് 1 വർഷത്തിൽ കൂടാതെ കാലയളവിലേക്കാണ് പ്രത്യേക ലഹരി പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സയും മാനസിക പിന്തുണയും നൽകുന്നതിലൂടെ നിയമത്തിന്റെ പ്രയോഗം സന്തുലിതമാക്കാനും അതുവഴി അവരെ പുനരധിവസിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ദേശീയ നയത്തിന് അനുസൃതമായാണ് നടിയെ ലഹരി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂണിലാണ് വ്യക്തിഗത ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള അളവിൽ കഞ്ചാവും കൊക്കൈനും കൈവശം വച്ചതിന് നടിയെ അറസ്റ്റ് ചെയ്തത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ട് 20 വർഷങ്ങൾ പൂർത്തിയാകുന്നു. മലയാളികൾ അടക്കം ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അഭയം നൽകുന്ന ദുബായ് ലോകത്തിന് മുന്നിൽ വികസന കുതിപ്പ് നേടിയത് ഷെയ്ഖ് മുഹമ്മദിന്റെ ഭരണത്തിന് കീഴിലാണ്. 2006 ജനുവരി 4 ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു നഗരം എങ്ങനെയാവണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഭരണാധികാരി അധികാരമേറ്റ ദിവസമാണത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ദിവസം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണം എങ്ങനെയെന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ്. സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ ചേർത്ത് നിർത്തിയ രാഷ്ട്ര നേതാവ്. ആ ഭരണസാരഥ്യത്തിന് 2 പതിറ്റാണ്ടാകുന്നു. ദുബായിലെ ഷോപ്പിംഗ് മാളുകളിലും മെട്രോ ട്രെയിനുകളിലും റെസ്റ്റോറൻറ്റുകളിലും പ്രത്യക്ഷപ്പെടുന്ന ദുബായിലെ ജനജീവിതം എങ്ങനെയെന്ന് നേരിട്ട് അന്വേഷിക്കുന്ന ഭരണാധികാരിയാണ് ഷെയ്ഖ് മുഹമ്മദ്. ആ ലാളിത്യവും സമൂഹത്തോടുള്ള കരുതലുമാണ് അദ്ദേഹത്തിൻ്റെ ഔന്നത്യവും. ദുബായിയെ ഇന്നത്തെ ദുബായ് ആക്കിയ 20 വർഷത്തിൻ്റെ ഭരണസാരഥ്യത്തിന് അമൃത ന്യൂസിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കാർ മത്സരമായ സൗദി ഡാക്കർ റാലി 2026 ശനിയാഴ്ച തുടക്കമായി. യാബു ചെങ്കടൽ തീരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി സൗദിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ മാസം 17-ന് യാംബൂവിൽ തിരിച്ചെത്തി സമാപിക്കും.
തുടർച്ചയായ 7ാമത്തെ വർഷമാണ് സൗദി മരുഭൂമി ഡാക്കർ റാലിയുടെ മത്സര ട്രാക്ക് ആവുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ് മത്സരമായ ഡാക്കർ റാലിയുടെ 48ാമത് പതിപ്പാണ് സൗദിയുടെ മരുഭൂമിയിൽ നടക്കുന്നത്. സൗദിയിൽ ഇത് 7ാമത്തെ പതിപ്പും. ലോകമെമ്പാടുമുള്ള 69 രാജ്യങ്ങളിൽ നിന്ന് 39 വനിതകൾ ഉൾപ്പെടെ 812 മത്സരാർത്ഥികളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. സൗദിയിൽ നേരത്തെ നടന്ന മത്സരത്തിൽ ചാമ്പ്യനായ യസീദ് അൽ രാജഹിയാണ് നേതൃത്വം നൽകുന്നത്. സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിൽ വരും ദിവസങ്ങളിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നീളുന്ന ശക്തമായ ശൈത്യ തരംഗമാണ് പ്രതീക്ഷിക്കുന്നത്. അൽ ജഫ്, വടക്കൻ അതിർത്തി മേഖല, തബൂക്ക്, ഹായിൽ, അൽ ഖസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താപനില കുത്തനെ താഴാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജിദ്ദ സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജസീം പ്രസിഡന്റും യഹിയ സെക്രട്ടറിയും നൌഫൽ VA ട്രഷററുമായിട്ടാണ് 2026 മുതൽ ഒരു വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. നൌഫൽ തിരൂർ, മർസൂഖ് മമ്പാട്, സമീർ ബാബു കമറു എന്നിവർ സഹഭാരവാഹികളുമാണ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. പമ്പയിലും സന്നിധാനത്തും തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ തീർത്ഥാടന പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. തിരക്ക് കൂടിയതോടെ പമ്പ മുതൽ ആരംഭിക്കുന്ന നിയന്ത്രണങ്ങൾ 18ാം പടിയും പിന്നിട്ട് സന്നിധാനത്തെ ഫ്ലൈ ഓവർ വരെ നീളുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 69,172 തീർത്ഥാടകർ ശബരിമലയിലെത്തി. കോഴിക്കോട് കൈതപ്പൊയിലിലെ അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുന്നു. കൂടെ താമസിച്ചിരുന്ന ആദിൽ എന്ന യുവാവിന് മരിച്ച ഹസ്ന അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. ലഹരി ഇടപാടുകൾ പുറത്തു പറയുമെന്നും കൊടിസുനിയും ഷിബുവും അടക്കം കുടുങ്ങുമെന്നും ശബ്ദ സന്ദേശത്തിൽ യുവതി പറയും. ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന 34-കാരിയായ ഹസ്ന 7 മാസമായി ആദിൽ എന്ന യുവാവിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ഹസ്നയെ താമരശ്ശേരി കൈതപ്പൊയിലിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹസ്ന വിളിച്ചിട്ടും ആദിൽ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലഹരി ഇടപാടുകൾ പുറത്തു പറയുമെന്നും കൊടിസുനിയും ഷിബുവും അടക്കം കുടുങ്ങുമെന്നും യുവതി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്റെ ജീവിതം പോയെന്നും യുവതി സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ ഒപ്പം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവുകയാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ഷിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല, പോലീസുകാരുടെ ഇടയിൽ എനിക്ക് രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഫോൺ എടുത്തോ. 2 മക്കളുള്ള ഹസ്ന കഴിഞ്ഞ ജൂണിലാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ആദിലിനൊപ്പം പോയത്. കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മടങ്ങാനൊരുങ്ങവെയുണ്ടായ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് കുടുംബം പറയുന്നു. ദുരൂഹമായ ഇടപാടുകൾക്ക് ആദിൽ ഹസ്നയെ ഉപയോഗിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ സംശയം. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്ര ഫോറൻസിക് ലാബിന് തൃശൂരിൽ സ്ഥലം അനുവദിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിനോട് സർക്കാരിന് അവഗണനയാണെന്നും വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഫോറൻസിക് ലാബിൻ്റെ ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് അത് പോകുമെന്ന് വന്നപ്പോൾ തിരുവനന്തപുരവും എൻ്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ. അത് തിരുവനന്തപുരത്ത് വരും. പക്ഷേ തൃശ്ശൂർക്ക് ഇനി ആവശ്യപ്പെടുന്നത് 25 ഏക്കർ ലാൻഡാണ്. അവിടെ വലിയൊരു പ്രോജക്റ്റ് വരും. സർക്കാർ വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും തകർപ്പൻ ജയം. സഞ്ജു സാംസണിന്റെയും ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെയും സെഞ്ചുറി കരുത്തിൽ ജാർഖണ്ഡിനെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എടുത്തപ്പോൾ കേരളം 42.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 72 പന്തിൽ 124 റൺസ് എടുത്ത രോഹൻ കുന്നുമലാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ.
മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.